ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധികം ഓയിലൊന്നും ചേർക്കാതെ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ടിക്ക കബാബാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ചിക്കൻ ടിക്ക കബാബ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 പിഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് കളറ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ നമ്മൾ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ക്യൂബ്സാക്കി മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല ചിക്കനിൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ പിടിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കന് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കബാബ് സ്റ്റിക്കിലേക്ക് കുത്തി കബാബ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിലൊക്കെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 പീസായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഈ പാനിലേക്ക് ബ്രഷ് കൊണ്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം അങ്ങോട്ട് ഓയിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കബാബ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചോട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തിനൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങ് വെന്തിട്ടുണ്ട്. നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.